ഒമാനിൽ 10 വർഷത്തെ ഗോൾഡൻ റെസിഡൻസി വിസ പദ്ധതിക്ക് തുടക്കമായി. 7 മാനദണ്ഡങ്ങളാണ് ദീർഘകാല താമസ വിസയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഗോൾഡൻ റെസിഡൻസി വിസ ലഭിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. വിദേശ മൂലധനത്തെയും പ്രതിഭകളെയും ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഒമാൻ പ്രഖ്യാപിച്ച ഗോൾഡൻ റെസിഡൻസി പദ്ധതിക്കാണ് തുടക്കമായത്. 2 ലക്ഷം ഒമാനി റിയാലോ ഇതിനു മുകളിലോ നിക്ഷേപം നടത്തുന്നവർക്കാണ് 10 വർഷം രാജ്യത്ത് താമസിക്കാവുന്ന റെസിഡൻസി വിസ ലഭിക്കുക. അതിവൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെയും അസാമാന്യ പ്രതിഭയുള്ള പ്രവാസികളെയും പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രധാന മാനദണ്ഡങ്ങൾ ഇവയാണ്. കുറഞ്ഞത് 1 വർഷം മുമ്പ് സ്ഥാപിച്ചതും 2 ലക്ഷം ഒമാനി റിയാലിൽ കൂടുതൽ മൂല്യമുള്ളതുമായ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തം, ഏകീകൃത ടൂറിസം കോംപ്ലക്സുകളിൽ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ടൂറിസം യൂണിറ്റുകളുടെ ഉടമസ്ഥാവകാശം, സർക്കാർ ഡെവലപ്മെന്റ് ബോണ്ടുകളിൽ 2 ലക്ഷം റിയാൽ വരെ നിക്ഷേപിച്ചിട്ടുള്ളവർക്കും ദീർഘകാല വിസയ്ക്ക് അർഹതയുണ്ട്. 2 ലക്ഷം ഒമാനി റിയാലിൽ കൂടുതൽ മൂല്യമുള്ള ഓഹരി ഉടമകൾ, ഇത്രയും തുക 5 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നവർ, 50-ലധികം ഒമാനികൾക്ക് ജോലി നൽകുന്ന കമ്പനി ഉടമകൾ തുടങ്ങിയവർക്കും ഗോൾഡൻ റെസിഡൻസി ലഭിക്കും. വിദേശ നിക്ഷേപക നിയമപ്രകാരം 2 ലക്ഷം ഒമാനി റിയാലിൽ കൂടുതൽ മൂലധനമുള്ള ഒരു സ്ഥാപനത്തിന് നിക്ഷേപ പങ്കാളിയെയോ മുതിർന്ന പ്രൊഫഷണലിനെയോ ഗോൾഡൻ റെസിഡൻസിക്ക് നാമനിർദ്ദേശം ചെയ്യാനാകും. വിസ ലഭിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാം. മാത്രമല്ല, വിമാനത്താവളങ്ങളിലും അതിർത്തി പോസ്റ്റുകളിലും ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം, 3 ഗാർഹിക തൊഴിലാളികളെ നിയമിക്കാൻ അനുമതി, ബന്ധുക്കൾക്ക് സന്ദർശക വിസ തുടങ്ങിയ മറ്റാനുകൂല്യങ്ങളും ഗോൾഡൻ റെസിഡൻസി ലഭിക്കുന്നവർക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.